ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സിൽ പല കസ്റ്റമേഴ്സും നമ്മളുമായി ബന്ധപ്പെടുകയും അവരെ റിക്കമെൻഡ് 15 സെൻറ്റിൽ കൂടുതൽ സ്ഥലത്തിൽ വലിയൊരു വീട്, അതും വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച വീട് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഒരു വീടാണത്. 20 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2950 സ്ക്വയർ ഫീറ്റും കൂടെ ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ ഷീറ്റ് വർക്കും ഔട്ട് ഹൗസും വരുന്നുണ്ട്. ടോട്ടലായി ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഈ വീട് വരുന്നുണ്ട്. 5 ബെഡ്റൂമുകളാണ്. 5 ബെഡ്റൂമുകൾ പ്ലസ് ഒരു 6 ബാത്റൂമും ഈ വീടിന് അവൈലബിൾ ആണ്. കൂടാതെ ഒരു പ്രയർ റൂം, ഔട്ട് ഹൗസ് ഉൾപ്പെടെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായി വികാസവാണിക്ക് സമീപത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമേറിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം നൽകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ ഏതാണ്ട് ഒരു 10-15ഓളം കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വിശാലമേറിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. സൈഡ് വശങ്ങളിലെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. ഒരു ഡോഗ് കേജും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല സൈഡ് വശങ്ങളിലെല്ലാം മാവ്, പ്ലാവ് പോലെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. കായ്ക്കുന്ന തെങ്ങ്, മാവ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, കാക്കനാട് കളക്ട്രേറ്റിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഔട്ട് ഹൗസാണ് നമ്മൾ ഈ കണ്ടത്. ഔട്ട്സൈഡായി നമുക്ക് ഇവിടെ ഷീറ്റ് വർക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു കോമൺ ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വീണ്ടും മുൻവശത്തേക്ക് പോകാം. മനോഹരമായൊരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഈ വീട് ഏതാണ്ട് ഒരു 5-5.5 വർഷം പഴക്കം മാത്രമാണ് പറയുന്നുള്ളൂ. മാത്രമല്ല മനോഹരമായൊരു ചുറ്റുമതിൽ ഈ വീടിന് അവൈലബിൾ ആണ്. 2 ഗേറ്റുകളാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു വലിയൊരു ഗേറ്റ്, കാറുകളെല്ലാം കയറാൻ പറ്റിയ വലിയൊരു ഗേറ്റും ഒരു ചെറിയ ഗേറ്റുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ കയറി ചെല്ലുന്നത് വീണ്ടും മുൻവശത്തേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ട് ഇവിടെ അവൈലബിൾ ആണ്. L ഷേപ്പിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തോടു കൂടി തന്നെയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിൽ തന്നെ LED വാം ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഓപ്പണായി തന്നെയാണ്. ടഫൻ ഗ്ലാസ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമേറിയൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 10-15 പേർ കപ്പാസിറ്റിയുള്ള വലിയ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇതൊരു കോർട്ട്യാർഡാണ്. ഇത് ഓപ്പണാണ്. മുകളിൽ ഓപ്പണാക്കി നൽകിയൊരു കോർട്ട്യാർഡാണ്. റെയിനിങ് ടൈം, മഴ സമയത്തെല്ലാം മഴയെല്ലാം നമുക്ക് വീടിൻ്റെ അകത്തിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ 2 വലിയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ 2 കിച്ചണുകൾ. ഫസ്റ്റ് കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്, മെയിൻ കിച്ചൺ. മനോഹരമായ രീതിയിലാണ് കിച്ചൺ വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് കിച്ചണിൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ദിശ വരുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഈ മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ.
അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ സെക്കൻഡ് കിച്ചണും അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാം ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് സൈഡിലെല്ലാം കബോർഡ് വർക്കുകൾ, മുകളിലും താഴെയും എല്ലാം കബോർഡ് വർക്കുകൾ ധാരാളമായി തന്നെ ചെയ്തിരിക്കുന്നു. വാഷ് ബേസിനെല്ലാം ഇവിടെയും നൽകിയിരിക്കുന്നു. ഇതൊരു വർക്ക് ഏരിയയാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വിറക് വെച്ച് ഭക്ഷണം പാകം ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു അടപ്പ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെയും നമുക്ക് വാഷ് ബേസിനും വർക്കിംഗ് ടേബിളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഏരിയ ഡ്രസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു അലക്ക് കല്ല് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കോമൺ ബാത്റൂമും ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 അടി നീളവും 13 അടി വീതിയുമായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 അടി നീളവും 13 അടി വീതിയുമായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്കിവിടെയും അവൈലബിൾ ആണ്. വാൾഡ്രോ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ നമുക്ക് കാണാം. നല്ല സ്പേഷ്യസ് കൂടി തന്നെ ബാത്റൂമുകളെല്ലാം ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ തേർഡ് ബെഡ്റൂമിലേക്ക് പോയാൽ, ഗ്രൗണ്ട് ഫ്ലോറിലെ തേർഡ് ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും ഏതാണ്ട് ഒരു 14 അടി നീളവും 12 അടി വീതിയുമായാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോ സൗകര്യവും ഒരുക്കി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡായിട്ട് വാൾമോൺ ക്ലോസറ്റാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായി നമുക്ക് ഇവിടുത്തെ പ്രെയർ റൂമിലേക്ക് പോയാൽ ഇത് മനോഹരമായ രീതിയിലാണ് പ്രെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. പ്രെയർ റൂം അതല്ലെങ്കിൽ ഒരു പൂജാ റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ഫസ്റ്റ് ഫ്ലോറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. 15 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുകൾ ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ 5th ബെഡ്റൂമിലേക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ ഒരു കോമൺ ബാത്റൂം അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമായാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു. 20 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2950 സ്ക്വയർ ഫീറ്റും കൂടാതെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കും ഉൾപ്പെടെ ഒരു 5000 അടുത്ത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല 5 ബെഡ്റൂമും 6 ബാത്റൂമും ഒരു ഔട്ട് ഹൗസും ഒരു പ്രയർ റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോയ ഈ ഒരു ഭാഗത്തായി ഒരു സ്റ്റോർ റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇവിടെ എല്ലാം ഷീറ്റ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,90,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്.
മനോഹരമായൊരു പ്രീമിയം ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതും 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും ഈ വീടിന് അവൈലബിൾ ആണ്. ഈ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.